സുഹൃത്തുക്കളെ, കുടിപ്പള്ളിക്കൂടങ്ങളും എഴുത്താശാന്മാരും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ചരിത്രപരമായ അന്വേഷണമാണല്ലോ നമ്മൾ തമ്മിൽ പങ്കുവയ്ക്കുന്നത്. ഏകദേശം AD 6-ാം നൂറ്റാണ്ടോടെ അപൂർവമായും, എന്നാൽ 15-ാം നൂറ്റാണ്ടോടെ വ്യാപകമായും മലയാള അക്ഷരങ്ങളും ഗണിത അറിവുകളുമൊക്കെ കേരളത്തിൻ്റെ ഏതു കുഗ്രാമങ്ങളിലും സാർവത്രികമായി പഠിപ്പിക്കപ്പെട്ടു എന്ന യാഥാർത്ഥ്യം ഏകദേശം ഞാൻ നടത്തിയിട്ടുള്ള കുറച്ച് പ്രഭാഷണങ്ങളിൽ നിന്ന് സുവ്യക്തമാവുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ചെയ്തിട്ടുള്ളവർ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പ്രാഥമിക വിദ്യാഭ്യാസം എന്ന നിലയ്ക്ക് കണ്ടാൽ മതി. പ്രാഥമിക വിദ്യാഭ്യാസം എന്നുള്ള നിലയ്ക്ക് കുടിപ്പള്ളിക്കൂടങ്ങൾ കേരള ഗ്രാമങ്ങളിലെമ്പാടും വിതച്ചെറിഞ്ഞിട്ടുള്ള ഈ അറിവുണ്ടല്ലോ, ആ അറിവ് ലഭിച്ചിട്ടുള്ളതിൻ്റെ പ്രധാന കാരണക്കാർ കുടിപ്പള്ളിക്കൂടങ്ങൾ വഴി നിരവധിയായ അധ്യാപകന്മാർ, അതും ഏറ്റവും താഴെ സമുദായങ്ങളിൽ കഴിഞ്ഞുകൂടിയ അധ്യാപകന്മാർ നടത്തിയ അശ്രാന്ത പരിശ്രമം കൊണ്ടാണ് എന്ന യാഥാർത്ഥ്യവും നമുക്ക് ഇതിനകം മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ പൂർവികന്മാരായിട്ടുള്ളവർക്ക് ഈ കുടിപ്പള്ളിക്കൂടങ്ങൾ വഴി അധ്യാപകന്മാരായ എഴുത്താശാന്മാർ അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്തില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും അവർ അജ്ഞതയുടെ അന്ധകാരത്തിൽ അവരുടെയും പൂർവികന്മാർ കഴിഞ്ഞതുപോലെ കഴിഞ്ഞു പോകേണ്ടി വരുമായിരുന്നു. എന്നാൽ നമ്മുടെയൊക്കെ പൂർവികന്മാർക്ക് ഒരു വലിയ പരിധി വരെ അത്തരത്തിലുള്ള ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നോക്കൂ, ഇവിടെ ഒരു കാര്യം നമുക്ക് പറയാതെ പോകുവാൻ കഴിയുകയില്ല. ആദ്യകാലങ്ങളിൽ ബൗദ്ധന്മാർ അവരുടെ പള്ളികളിൽ വഴി അക്ഷരവും അറിവും കൊടുത്തിരുന്നുവെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ആ വക കാര്യങ്ങളെക്കുറിച്ച് ബൗദ്ധ ഗ്രന്ഥങ്ങളായിട്ടുള്ള ശ്രീനിവാസ ശാസ്ത്രിയുടെയും S. ശങ്കോയ്യരുടെയും ഗോപാലകൃഷ്ണൻ എന്ന ചരിത്രകാരൻ്റെയും ഒക്കെ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് ചെറിയ തോതിലെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ബൗദ്ധഗ്രന്ഥങ്ങൾ, ബൗദ്ധകാലങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന മറ്റു പല ഗ്രന്ഥങ്ങളിൽ നിന്നും, ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നും ലഭിക്കുന്നുണ്ട്. എന്നാൽ 15-ാം നൂറ്റാണ്ടോടുകൂടെ വീണ്ടും ഇവിടെ സംഭവിച്ച സാർവത്രിക വിദ്യാഭ്യാസം എവിടെയാണ് വേണ്ടതുപോലെ അടയാളപ്പെട്ട് കിടക്കുന്നത്? നമുക്ക് പേരെടുത്തു പറയുവാൻ അപൂർവം ചില ചരിത്ര അന്വേഷികൾ ഇല്ല എന്നല്ല. ഇവിടെ K. ബാലകൃഷ്ണക്കുറുപ്പിൻ്റെയോ
തമ്പാൻ തമ്പുരാന്റെയോ ഒക്കെ ചെറിയ ഗ്രന്ഥങ്ങൾ അതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ടേയില്ല എന്നല്ല. പക്ഷേ നമ്മുടെ പ്രസിദ്ധന്മാരായിട്ടുള്ള ചരിത്രകാരന്മാർ ഈ സംഭവത്തെ വേണ്ടതുപോലെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഒരു ചരിത്രാന്വേഷിക്ക് അല്ലെങ്കിൽ ഒരു ചരിത്ര വിദ്യാർത്ഥിക്ക് കുടിപ്പള്ളിക്കൂടം എന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനോ അറിയുവാനോ ഉള്ള സോഴ്സസ് നമ്മുടെ ചരിത്രത്തിൽ എവിടെ ഉണ്ട്? അവരൊന്നും പരാമർശിച്ചിട്ടില്ല എന്നല്ല കേട്ടോ. ഇപ്പം എന്താണ് കുടിപ്പള്ളിക്കൂട വിദ്യാഭ്യാസം എന്ന് പറയുന്നത്? 2-3 വാചകങ്ങളിൽ അവർ പ്രതിപാദിച്ചിട്ടില്ല എന്നല്ല. എന്നാൽ കുടിപ്പള്ളിക്കൂട മൂവ്മെൻറ്റിനെ വേണ്ടതുപോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഉത്തരം. അപ്പം നമ്മൾ നവോത്ഥാനത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ഒരു ചരിത്രാന്വേഷി എന്ന് വിചാരിക്കും. നമുക്ക് എത്രയും പുസ്തകങ്ങളുണ്ട്, നമുക്ക് നല്ലതുപോലെ മനസ്സിലാക്കിയെടുക്കുവാനും സാധിക്കും. എന്നാൽ നവോത്ഥാനം എന്ന് പറയുന്ന സംഭവത്തിന് എത്രയോ മുമ്പ്, ചുരുങ്ങിയത് 300-400 വർഷങ്ങൾക്ക് മുൻപ് പോലും കേരള ഗ്രാമങ്ങളിലെ സാധാരണ മനുഷ്യർക്ക്, ജാതിയിൽ ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ ജീവിച്ചു പോയ സാധാരണ മനുഷ്യർക്ക് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അധകൃത വർഗത്തിൽപ്പെട്ടവർക്ക് പോലും അക്ഷരാഭ്യാസവും ഗണിതാഭ്യാസവും സാമൂഹ്യ ശാസ്ത്ര സംബന്ധമായിട്ടുള്ള അറിവുകളും ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതവർക്ക് ലഭിച്ചതിൻ്റെ കാരണം ആരാണ് എന്ന് ഞാൻ ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഹൃദയസ്പൃക്കായി മാത്രമേ ആ കാര്യത്തിൽ നമുക്ക് ചിന്തിക്കുവാൻ കഴിയൂ. കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജീവിച്ചു പോയ ഉയർന്ന ജാതിയിൽപ്പെട്ട ഉന്നതന്മാരെന്ന് പറയുന്ന ചാതുർവർണ്ണത്തിലെ മേൽത്തട്ടിൽപ്പെട്ട വലിയ ഒരു ജനവിഭാഗം, സമ്പന്നരും മാഠ്യന്മാരുമായിട്ടുള്ള അവർ ഏറ്റവും താഴേക്കിടയിൽ കിടന്ന് ജീവിച്ച മനുഷ്യരെ പുഴുക്കളെ പോലെ കാണുകയും കാലിൻ്റെ മടമ്പ് കൊണ്ട് തട്ടി എറിയുകയും ചെയ്ത ഒരവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു. കൂടുതൽ വിവരിക്കുന്നില്ല, അതേക്കുറിച്ച് നേരത്തെ പറഞ്ഞു വച്ചിട്ടുള്ളതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ സാഹചര്യത്തിലാണ് കേരളത്തിലെ ചെറിയ കുടികളിൽ ഇരുന്നു കൊണ്ട്, കുടിലുകൾ എന്നാണല്ലോ പറയാൻ പാടുള്ളൂ, വീട് എന്ന് പറയാൻ പാടില്ല ഈ സാധാരണ പാവപ്പെട്ട മനുഷ്യരുടെ ആലയങ്ങളെ, ആ കുടികളുടെ മുന്നിലിരുന്നു കൊണ്ട് പറ്റാവുന്ന രീതിയിൽ താഴെക്കിടയിലുള്ള മനുഷ്യരുടെ മക്കളെ, അർദ്ധനഗ്നരായ ആ പാവം കുട്ടികളെ വല്ലാതെ പലതും നഷ്ടപ്പെടുത്തിക്കൊണ്ട് തന്നെ അക്ഷരവും അറിവും കൊടുത്തവരാണ് ഈ കുടിപ്പള്ളിക്കൂട എഴുത്താശാന്മാർ എന്ന് പറയുന്നത്. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നവോത്ഥാനം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആർക്കും അഭിമാനിക്കാവുന്ന ഒരു സംഭവം തന്നെയാണല്ലോ. ഒരുപക്ഷെ നവോത്ഥാനം എന്ന് പറയുന്ന ആ സംഭവം ഇവിടെ നടന്നില്ലായിരുന്നുവെങ്കിൽ നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്കൊന്നും യാതൊരു തരത്തിലുള്ള പരിഗണനയും ഉണ്ടാകുമായിരുന്നില്ല, സാംസ്കാരികമായ ഒരു ഉയർച്ചയും നമ്മളിലൊന്നും ആരും കാണുമായിരുന്നില്ല. എന്നാൽ അവിടെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട മറ്റൊരു ചെറിയ കാര്യം എന്ന് പറയുന്നത്, നവോത്ഥാന കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ സാംസ്കാരിക നായകന്മാർ നമ്മുടെ പൂർവികന്മാർക്ക് സംസ്കാരത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു, തിരിച്ചറിവുകൾ കൊടുക്കേണ്ടതുണ്ടായിരുന്നു. അത്തരത്തിലുള്ള കഴിവുകളാണ് അവർ പ്രദാനം ചെയ്തത്. ഇവിടെ ഉണ്ടായിരുന്ന അസ്പൃശ്യത തുടങ്ങിയിട്ടുള്ള
നിരവധിയായിട്ടുള്ള അന്ധധാരണകൾ നിർമ്മാർജ്ജനം ചെയ്യുവേണ്ടതുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ സാംസ്കാരിക നായകന്മാർക്ക് ആർക്കും ആരെയും അക്ഷരം പഠിപ്പിക്കേണ്ടി വന്നിട്ടില്ല. ഗണിതത്തിന്റെ പ്രാഥമിക പാഠങ്ങൾ പഠിപ്പിക്കേണ്ടി വന്നിട്ടില്ല. ഗണിതത്തിന്റെ ചതുർക്രിയകൾ പഠിപ്പിക്കേണ്ടി വന്നിട്ടില്ല. അപ്പൊ മലയാള ഭാഷ പഠിപ്പിക്കേണ്ടി വന്നിട്ടില്ല. ഗണിതാക്ഷരങ്ങൾ പഠിപ്പിക്കേണ്ടി വന്നിട്ടില്ല. സാമൂഹ്യമായ അറിവുകൾ കൊടുക്കേണ്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അതിൻ്റെയൊന്നും പ്രാഥമികമായ പാഠങ്ങൾ പഠിപ്പിക്കേണ്ടി വന്നിട്ടില്ല. അതൊക്കെ നവോത്ഥാനം എന്ന് പറയുന്ന മഹാസംഭവം ഉണ്ടാവുന്നതിനേക്കും ഏറ്റവും ചുരുങ്ങിയത് 300 വർഷങ്ങൾക്ക് മുൻപ് അതിൻ്റെയൊക്കെ ബേസ് ഇവിടെ ഇട്ടുപോയിരുന്നു. ആരാണ് ആ ബേസൊക്കെ ഇട്ടുപോയത്? അവരാണ് അജ്ഞാതരായ, നമുക്കൊന്നും അറിയില്ല ആരാണ് ആ ചെയ്തു പോയതെന്ന്. നമ്മുടെ ചരിത്രം അവരെക്കുറിച്ച് വല്ലാതെ ഒന്നും പറയുന്നില്ല. അതുകൊണ്ടാണ് നമുക്കൊന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. എങ്കിലും അജ്ഞാതരായ ഒരു വലിയ വിഭാഗം അധ്യാപകന്മാർ എന്നറിയപ്പെടുന്നവർ, എഴുത്താശാന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്നവർ, നമ്മുടെയൊക്കെ സമൂഹം അവരെ ആശാൻ എന്ന് മാത്രമാണ് പറഞ്ഞത്. ആശാൻ. അപ്പൊ ഈ ആശാൻ എന്ന് പറയുന്ന കുടിപ്പള്ളിക്കൂടെ എഴുത്താശാന്മാരുണ്ടല്ലോ, അവർ ചെയ്തു പോയ ഗുണത്തിന്റെ ഉപഭോക്താക്കളാണ് നമ്മളായിട്ടുള്ള മനുഷ്യർ മുഴുവനും. പിന്നീട് അതാണ് ഞാൻ പറഞ്ഞത്. നവോത്ഥാനം ഒരു വലിയ സംഭവമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്കും വിസ്മരിക്കുവാൻ പറ്റുന്ന സംഗതിയേ അല്ല. അതേക്കുറിച്ച് ഓർത്ത് അഭിമാനപുളകിതരാവാത്തവരായി ആരും കേരളത്തിലുണ്ടാവുകയില്ല. പിന്നീട് ജനിച്ചവരെല്ലാവരും എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് പറയുമ്പോൾ തന്നെ നവോത്ഥാന നായകന്മാർക്ക് ആർക്കും ആ കാലഘട്ടത്തിലുള്ള ജനങ്ങളെ, മനുഷ്യരെ, സാധാരണപ്പെട്ട മനുഷ്യരെ മലയാളാക്ഷരങ്ങൾ പഠിപ്പിക്കേണ്ടി വന്നില്ല. ഗണിതാക്ഷരങ്ങൾ പഠിപ്പിക്കേണ്ടി വന്നില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് അതിനു മുൻപേ തന്നെ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ തരത്തിലുള്ള പ്രാഥമികമായ അറിവ് സാർവത്രികമായി അവർക്ക് ഇവിടെ ഉണ്ടായിരുന്ന കുടിപ്പള്ളിക്കൂടെ എഴുത്താശാന്മാർ നൽകിയിരുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മൾ പ്രത്യേകം സ്മരിക്കേണ്ടത്. ഒരു കാര്യം കൂടെ ചോദിച്ചു കൊള്ളട്ടെ. നവോത്ഥാനത്തെക്കുറിച്ചും അതേപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചും സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുമൊക്കെ നമ്മുടെ ചരിത്ര ഗ്രന്ഥങ്ങൾ നമുക്ക് തരക്കേടില്ലാത്ത തരത്തിലുള്ള അറിവുകൾ തരുന്നുണ്ട്. എങ്കിലും നവോത്ഥാനത്തിനും 300-400 വർഷങ്ങൾക്ക് മുമ്പ് കേരള ജനതയെ മലയാള ഭാഷയുടെ അക്ഷരങ്ങളും ഗണിതാക്ഷരങ്ങളും, അതായത് 5 5 10 എന്ന് പഠിപ്പിച്ചത്, അറിയുന്നൊരവസ്ഥ ഉണ്ടാക്കിയത് അത് ഈ കുടിപ്പള്ളിക്കൂടെ എഴുത്താശാന്മാരായിരുന്നുവെന്ന യാഥാർത്ഥ്യം നമുക്കൊരിക്കലും വിസ്മരിക്കുവാൻ പറ്റുകയില്ല, പാടുകയില്ല. പക്ഷേ നമ്മളിൽ എത്ര പേര് ആ കാര്യത്തെക്കുറിച്ച് നല്ലതുപോലെ അഭിമാനിക്കുന്നുണ്ട്? ആരാണ് നമുക്ക് അക്ഷരങ്ങൾ പഠിപ്പിച്ചത്? നമ്മുടെ പൂർവികന്മാർക്ക്. ആരാണ് നമ്മുടെ പൂർവികന്മാരെ ഗണിതം പഠിപ്പിച്ചത്? അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ പൂർവികന്മാരിൽ ഒരുപാട് ആൾക്കാർ വലിയ പ്രശംസ, ആദരവ് അർഹിക്കുന്നവരായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുക. പ്രശ്നം ഇവിടെ ആരാണവർ? അവരിൽ ഒരാളുടെ പേര് നമുക്കറിയില്ല എന്നുള്ളതാണ്. അതായത് നവോത്ഥാനത്തിനും 300-400 വർഷങ്ങൾക്ക് മുൻപ് പോലും കേരളത്തിലെ സാധാരണ കുട്ടികൾക്ക് ഏറ്റവും താഴെ തട്ടിൽ ജീവിച്ചു പോയ ജാതിയുടെ കാലമായതുകൊണ്ട്
ജാതിയിൽ ഏറ്റവും താഴെക്കെട്ടിൽ ജീവിച്ചു പോയ ഈ സാധാരണ പാവപ്പെട്ട കുട്ടികൾക്ക് മലയാള അക്ഷരവും ഗണിതവും ഒക്കെ പഠിപ്പിച്ച ആ മഹാന്മാരായിട്ടുള്ള അധ്യാപകന്മാരുണ്ടല്ലോ, ആ ത്യാഗസുന്ദരമായ ജീവിതം നയിച്ചു പോയ ആ പാവപ്പെട്ട അധ്യാപകന്മാരുണ്ടല്ലോ, അവരുടെ ഒരാളുടെ പേരും പോലും നമ്മുടെ ചരിത്രത്തിലുണ്ടോ? പറയാമോ ഒരാളുടെ പേര്? ഒരു അധ്യാപകന്റെ പേര്? ഞാനിങ്ങനെ ചോദിക്കുമ്പോൾ ഒരു കാര്യം സമ്മതിക്കാതെ പോകുന്നില്ല. അതായത് ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ഇരുന്നു കൊണ്ട് ആരെങ്കിലുമൊക്കെ എൻ്റെ പൂർവികന്മാരിൽ ഇന്ന ആള് കുടിപ്പള്ളിക്കൂടം വഴി വിദ്യ അഭ്യസിപ്പിച്ചിരുന്നു എന്ന് ഊറ്റം കൊള്ളുന്നവർ ഉണ്ടാവാം, ഇല്ലാന്നല്ല. പക്ഷേ നമ്മുടെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ആരുടെയെങ്കിലും പേര് വരെ ആംശിക്കപ്പെട്ടിട്ടുണ്ടോ? ദാ ഇദ്ദേഹം, ദാ ഇവര് മലയാളത്തിലുണ്ടായിരുന്ന അജ്ഞത അകറ്റുവാൻ നമ്മുടെ പൂർവികന്മാരായിട്ടുള്ളവർക്ക് മലയാള അക്ഷരവും ഗണിതവും ഒക്കെ പഠിപ്പിച്ചവർ ദാ ഇവരാണ്, ഇവരും ഉണ്ടായിരുന്നു എന്ന് പറയുവാൻ നമുക്ക് ആരുടെയെങ്കിലും പേര് നമ്മുടെ ചരിത്രം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ അതേസമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് 500-600 വർഷങ്ങൾ കേരളത്തെ മുഴുവനും അക്ഷരം പഠിപ്പിക്കുകയും ഗണിതം പഠിപ്പിക്കുകയും സാമൂഹ്യ ശാസ്ത്രമൊക്കെ പഠിപ്പിക്കുകയും ചെയ്ത ആ കുടിപ്പള്ളിക്കൂട എഴുത്താശാന്മാർ അവരാരായിരുന്നു എന്ന് അറിയുകയില്ല എന്ന് മാത്രമല്ല, ആ കാലഘട്ടത്തെ നമ്മുടെ ചരിത്രം വേണ്ടതുപോലെ സ്മരിക്കുക പോലും ചെയ്യുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. 6-ാം നൂറ്റാണ്ട് മുതൽ ബൗദ്ധന്മാർ ഇവിടെ വന്ന് അവരുടെ പള്ളികൾ വഴി അക്ഷരങ്ങൾ, ഗണിതം പഠിപ്പിക്കുവാൻ ശ്രമിച്ചത് നമുക്ക് ചില ബൗദ്ധ ഗ്രന്ഥങ്ങളിൽ വായിച്ചെടുക്കുവാൻ കഴിയും. ഇപ്പൊ ശങ്കയ്യരുടെയും ശ്രീനിവാസ ശാസ്ത്രിയുടെയും ഒക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഈ ബൗദ്ധ കാലഘട്ടത്തെ കുറിച്ച് പരാമർശിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ അവരുടെ ഗുരുനാഥന്മാർ, ബൗദ്ധ ഗുരുനാഥന്മാർ ഇവിടെ ഉണ്ടായിരുന്ന പാവപ്പെട്ടവർക്ക് വിദ്യ നൽകി പോകുന്നു എന്ന പരാമർശമൊക്കെ നല്ലതുപോലെയുണ്ട്. മാത്രവുമല്ല, അവരുടെ ഗുരുനാഥന്മാരുടെ പേരുകൾ പോലും, പലരുടെയും പേരുകൾ പോലും നമുക്കതിനകത്ത് നിന്ന് വായിച്ചെടുക്കാം. പക്ഷേ 15-ാം നൂറ്റാണ്ട് മുതൽ, അതാണ് 15-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലം മുതൽ ഇവിടെ പൂർണ്ണമായും കുടിപ്പള്ളിക്കൂടങ്ങൾ വഴി എഴുത്താശാന്മാർ എന്ന് പറയുന്ന അധ്യാപകന്മാർ അക്ഷരം പഠിപ്പിക്കുകയും, ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യകാലങ്ങളിൽ 6-ാം നൂറ്റാണ്ടിൽ ബൗദ്ധന്മാർ പഠിപ്പിച്ചതുപോലെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തുവെങ്കിലും അവരുടെയൊന്നും 5ഓളം നൂറ്റാണ്ട്, ഏകദേശം 5ഓളം നൂറ്റാണ്ടുകളാണ്. അതായത് 1919 തിരുവിതാംകൂർ വാണിരുന്ന റാണി ഗൗരി പാർവതിബായിയുടെ നേതൃത്വത്തിൽ നടന്ന വിദ്യാഭ്യാസ വിളംബരം, ആദ്യത്തെ വിദ്യാഭ്യാസ വിളംബര പ്രകാരം 18 സ്കൂളുകൾ, LP സ്കൂളുകൾ സ്ഥാപിക്കുകയാണ്. ആ ഓർഡർ, ആ ആജ്ഞ വരുന്നത് വരെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലുള്ള വിദ്യാഭ്യാസ പരിഷ്കാരവും തുടങ്ങിയിട്ടില്ല. എന്നിട്ട് പോലും 1919 മുൻപ് എത്രയോ കുടിപ്പള്ളിക്കൂടങ്ങൾ ഗ്രാമങ്ങളിലുണ്ടായിരുന്നു. മൊത്തം കുടിപ്പള്ളിക്കൂടങ്ങളുടെ കണക്കെടുക്കുക എന്ന് പറയുന്നത് ദുഷ്കരമാണ്. കാരണം അത്ര അധികം കുടിപ്പള്ളിക്കൂടങ്ങൾ കേരളത്തിൻ്റെ വിവിധ ഗ്രാമങ്ങളിലുണ്ടായിരുന്നു. ഇവ സാമൂതിരിയുടെ നാട് എന്ന് പറയാവുന്ന മലബാർ പ്രദേശത്ത് മാത്രമല്ല, മാർത്താണ്ഡവർമ്മയുടെ തട്ടകമായ തിരുവിതാംകൂറിലും കുടിപ്പള്ളിക്കൂടങ്ങളുണ്ടായിരുന്നു. അത് കുടിപ്പള്ളിക്കൂടങ്ങൾ എന്ന പേരിലല്ല അറിയുന്നത് എന്ന് മാത്രം. എഴുത്തുകളരികൾ എന്നുള്ള പേരിലാണ്. രണ്ടും ഒരേ ധർമ്മമാണ്, ഒരു പ്രവൃത്തിയുമാണ് നടത്തിപ്പോകുന്നത്. ഇവിടെ പറയുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, മലബാർ പ്രദേശത്തെയും കൊച്ചി പ്രദേശങ്ങളിലെയും അതുപോലെ തന്നെ
തിരുവിതാംകൂറിലെയും കുടിപ്പള്ളിക്കൂടങ്ങളും എഴുത്തു കളരികളും ഒന്നെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അനേകം നമ്പറുകൾ വരും എന്നുള്ളതാണ്. അപ്പൊ അവിടെയൊക്കെ പഠിപ്പിക്കുവാൻ ഈ എഴുത്താശാന്മാർ നിർബന്ധമായിരുന്നുവല്ലോ, ഉണ്ടാവേണ്ട പറ്റില്ലല്ലോ. ഒരു കുടിപ്പള്ളിക്കൂടത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു എഴുത്താശാനെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ. മാത്രമല്ല, നമ്മുടെ സാമൂതിരിയുടെ ഭാഗത്ത് നിന്ന് ദേശത്തൊരാശാൻ എന്ന് പറയുന്ന ഒരു ആജ്ഞ പുറപ്പെടുവിച്ചതായിട്ട് കാണുന്നുണ്ട് ഈ കുടിപ്പള്ളിക്കൂട എഴുത്താശാന്മാരുടെ പ്രവർത്തികളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പരിശോധിക്കുമ്പോൾ. തമ്പാൻ തമ്പുരാൻ എന്ന് പറയുന്ന ചരിത്രകാരൻ കോഴിക്കോട് സാമൂതിരിയും എന്ന് പറയുന്ന ഗ്രന്ഥത്തിനകത്ത് അത് നല്ലതുപോലെ വിശദീകരിക്കുന്നുണ്ട്. ദേശത്ത് ഒരു ആശാൻ എന്നാണ്. സാമൂതിരിയുടെ ഭാഗത്ത് നിന്ന് ഈ കുടിപ്പള്ളിക്കൂട എഴുത്താശാന്മാർക്ക് നല്ലതുപോലെയുള്ള പ്രോത്സാഹനങ്ങൾ നൽകി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. സാമൂതിരിയെ ഒരു പിന്തിരിപ്പനും വല്ലാത്ത ഒരു മുതലാളിത്ത ചൊവ്വയുള്ള രാജാവും ഒക്കെ ആയിട്ടാണ് പലരും കണക്കാക്കുന്നത്. എങ്കിലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ സാമൂതിരി ഒരു ഒന്നാം നമ്പർ സഹൃദയനായിരുന്നു എന്നുള്ളതിന് സംശയമില്ല. കാരണം കുടിപ്പള്ളിക്കൂടങ്ങൾ വഴി വിദ്യാഭ്യാസം നടത്തുവാൻ പരദേശികളായിട്ടുള്ള അധ്യാപകന്മാർ അദ്ദേഹത്തെ സമീപിച്ചു കഴിഞ്ഞപ്പോൾ യാതൊരു തടസ്സവും നിൽക്കാതെ അദ്ദേഹം അത് സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. ഏത് സമയത്താണ് അത്തരത്തിലുള്ള ഒരു സമ്മതപത്രം സാമൂതിരിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് എന്നുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ്, അറിയേണ്ടതാണ്. നമ്മുടെ ചരിത്രം അത്രയൊന്നും സുഖകരമായിരുന്നില്ല ആലോചിക്കാൻ. സകലവിധ ഉച്ചനീചത്വങ്ങളുടെയും ഈറ്റില്ലമായി നിൽക്കുകയായിരുന്നു മലബാർ പ്രദേശങ്ങൾ. പ്രത്യേകിച്ചു മാർത്താണ്ഡവർമ്മയുടെ തിരുവിതാംകൂറും ഒട്ടും മോശം ആയിരുന്നില്ല കേട്ടോ. ആ സന്ദർഭത്തിലാണ് ഉന്നതന്മാരെന്ന് പറയുന്ന ചാതുർവർണ്ണത്തിന് മേൽത്തട്ടിലുള്ള ഈ ഉന്നത വർഗം ഒരു കാരണവശാലും താഴേക്കിടയിലുള്ള ആൾക്കാർക്ക് അക്ഷരം കൊടുക്കാൻ പാടില്ല എന്ന് നിർബന്ധിച്ചിരുന്ന ആ സമയം, വേദം കേൾക്കുവാൻ വരുന്ന ശൂദ്രന്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണം എന്ന് നിർബന്ധിച്ചിരുന്ന, വെറുതെ പറയല്ല നിർബന്ധിച്ചിരുന്ന ആ കാലത്ത് അധകൃതനും ജാതിയിൽ ഏറ്റവും ഹീനനും എന്നൊക്കെ പറയുന്ന സാധാരണ മനുഷ്യരുടെ കുട്ടികളെ അക്ഷരം പഠിപ്പിച്ചുകൊള്ളുക എന്ന് അനുവദിച്ചതിൻ്റെ ക്രെഡിറ്റ് ആ സ്നേഹസമ്പന്നതയ്ക്ക് നമ്മുടെ സാമൂതിരി സകല തരത്തിലുള്ള ആദരങ്ങളും അർഹിക്കുന്നുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. യാതൊരു വക സംശയമില്ല. നമ്മളിപ്പോൾ നവോത്ഥാനത്തിനെ കുറിച്ച് ഘോഷിക്കുമ്പോഴും സാമൂതിരി ചെയ്ത ഈ പുണ്യപ്രവൃത്തി ഉണ്ടല്ലോ, അതിനെ വിസ്മരിക്കുവാൻ നമുക്ക് യോഗ്യതയില്ല. അപ്പൊ ആ കാലഘട്ടത്തിലാണ് സാമൂതിരിയുടെ ഭാഗത്തു നിന്ന് ഈ ആജ്ഞ വരുന്നത് എന്ന് മാത്രമാണ് തൽക്കാലം ഉദ്ദേശിച്ചത്. അദ്ദേഹം പറഞ്ഞത് കുടിപ്പള്ളിക്കൂടങ്ങൾ നടത്തുവാൻ അദ്ദേഹം ആജ്ഞ നൽകിയെന്ന് മാത്രമല്ല, കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായിട്ട് മനസ്സിലായി ഈ കൊടുത്ത ആജ്ഞയുണ്ടല്ലോ, അതായത് പരദേശത്ത് നിന്ന് വന്ന അധ്യാപകന്മാരായിട്ടുള്ളവർക്ക് ഇവിടെ വിദ്യ അഭ്യസിക്കുവാൻ അവർ പള്ളിക്കൂടങ്ങൾ വെച്ച്, പള്ളിക്കൂടം എന്ന് പറയുമ്പോഴൊന്നും വലിയ തോതിലുള്ള ബിൽഡിങ്ങുകളൊന്നും വെച്ചുകൊണ്ടല്ല കേട്ടോ, ചെറിയ തോതിലുള്ള ക്ലാസ് മുറികൾ വെച്ചുകൊണ്ട് വിദ്യ നൽകുവാൻ അദ്ദേഹം അനുവദിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അനുവദിച്ചു എന്ന് പറയുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അത് ശൂദ്രന്മാരിൽ ഒതുങ്ങി നിൽക്കണം എന്ന് പറഞ്ഞില്ല, ക്ഷത്രിയന്മാർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞില്ല, നമ്പൂതിരിമാർക്ക് പിന്നെ ഇവർ കൊടുക്കേണ്ട കാര്യവുമില്ലല്ലോ. സാമൂതിരി വളരെ വ്യക്തമായിട്ടും അതിനകത്ത്
അദ്ദേഹത്തിന് നല്ല വിശ്വാസമായിരുന്നു താഴെക്കിടയിലുള്ള മനുഷ്യർ അക്ഷരം പഠിക്കട്ടെ. അതാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തോട് ഇങ്ങനെ ഒരു ഒരു ആവശ്യം മങ്ങാട്ട അച്ഛൻ മന്ത്രി വഴി ഈ പരദേശത്ത് നിന്ന് വന്ന എഴുത്താശാന്മാരായിട്ടുള്ള അധ്യാപകന്മാർ ആവശ്യപ്പെട്ടപ്പോൾ സാമൂതിരി മങ്ങാട്ടച്ഛനോട് പറഞ്ഞത് എന്താണെന്ന് കൂടെ ഈ തമ്പാൻ തമ്പുരാൻ്റെ സാമൂതിരിയും കോഴിക്കോടും എന്ന് പറയുന്ന ഗ്രന്ഥത്തിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, അങ്ങനെയെങ്കിൽ താഴെക്കിടയിലുള്ള മനുഷ്യനും അക്ഷരം പഠിക്കട്ടെ. അതുകൊണ്ട് എന്താണ് തകരാറ്? താഴെക്കിടയിലുള്ളവരും അക്ഷരം പഠിക്കട്ടെ, അതുകൊണ്ട് എന്താണ് തകരാറ് എന്ന് ചിന്തിക്കുക. ആ കാലഘട്ടത്തിൽ സാമൂതിരിക്ക് മനസ്സുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അക്ഷരവിദ്യയുടെ അപാരമായിട്ടുള്ള അറിവിനെ, അല്ലെങ്കിൽ അതിൻ്റെ അതിർത്തിയില്ലാത്ത ഇൻഫ്ലുവൻസിനെ ഒന്നുകിൽ സാമൂതിരി മനസ്സിലാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ സാമൂതിരിക്ക് വേണ്ടതുപോലെയുള്ള അറിവ് കൊടുത്തിരിക്കുന്നു എന്നുള്ളത് സത്യമല്ലേ? അത് അദ്ദേഹം മനസ്സിലാക്കി എന്നുള്ളതല്ലേ അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രശ്നം. രാജാക്കന്മാരുടെ പ്രശ്നം എന്താണ്? അവർക്ക് വേണ്ടതുപോലെയുള്ള അറിവ് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണല്ലോ പ്രധാനം. അഡ്വൈസറാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ സാമൂതിരി എന്നല്ല ഏത് മഹാരാജാവിനും കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് വേണ്ടതുപോലെ കൊടുക്കുവാനാണല്ലോ അഡ്വൈസേഴ്സ്, ഉപദേശകന്മാര്. ഇപ്പം മങ്ങാട്ടച്ഛനായാലും അദ്ദേഹത്തെ പോലെയുള്ള ഏതെങ്കിലും മന്ത്രിമാരായാലും ഈ കാര്യം വേണ്ടതുപോലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ തൻ്റെ തട്ടകത്തിനകത്ത് നടമാടുന്ന സാമൂഹ്യ അനീതിയെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്ന സാമൂതിരി എന്നാലും പിന്നെ അങ്ങനെ നടക്കട്ടെ എന്ന് തീരുമാനിക്കുകയും അത് ഓർഡറാക്കുകയും ചെയ്യുകയാണ്. ആ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം നൽകിയ ഓർഡർ, ആജ്ഞ, എഴുത്താശാൻ താമസിക്കൽ എന്ന് പറയുന്ന ഏർപ്പാടിലേക്ക് ചെറുതാക്കിക്കൊണ്ട് ജന്മിമാരും അതുപോലെ തന്നെ പ്രഭുക്കന്മാരുമൊക്കെ ആ ആജ്ഞയെ വികൃതമാക്കുവാനുള്ള പരിശ്രമങ്ങളൊക്കെ നടത്തിയത് നമ്മളത് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ എഴുത്താശാൻ താമസിക്കൽ എന്ന് പറയുന്ന ആ ഒരു സംഭവം തങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് എന്ന് എഴുത്താശാന്മാർക്ക് ബോധ്യം വരികയും അവരതൊക്കെ വലിച്ചെറിഞ്ഞ്, അധികം താമസിയാതെ തന്നെ വലിച്ചെറിഞ്ഞ് അവരവരുടെ കുട്ടികളുടെ മുമ്പിലുള്ള ചെറിയ സ്ഥലത്ത് ഒരു ക്ലാസ് മുറി ഉണ്ടാക്കി ചുറ്റുവട്ടത്തുള്ള പാവപ്പെട്ട കുട്ടികളെ വിദ്യാഭ്യാസിപ്പിക്കുവാൻ തയ്യാറാവുകയാണ്. അങ്ങനെയാണ് കുടിപ്പള്ളിക്കൂടങ്ങൾ ഉണ്ടാകുന്നത്. അതിനെയാണ് കുടിപ്പള്ളിക്കൂടം എന്ന് പറയുന്നത്. കുട്ടികളുടെ മുമ്പിലിരുന്നു കൊണ്ട് പഠിപ്പിക്കുക. അതാണ് കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാവപ്പെട്ട അധ്യാപകന്മാർ താമസിക്കുന്ന വീട്. അന്ന് കുടിയിലേ പറയാൻ പാടുള്ളൂ, അറിയാമല്ലോ. അങ്ങനെയാണ് കുടിപ്പള്ളിക്കൂടങ്ങൾ ചെയ്യുന്നത്. കേരള ചരിത്രത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായ ഒരു സംഭവമാണത്. അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ കനം, അല്ലെങ്കിൽ അതിൻ്റെ ഡെപ്ത് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തെക്കുറിച്ചുള്ള ബോധം അത്യാവശ്യമാണ്. നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തെക്കുറിച്ചുള്ള ബോധം അത്യാവശ്യമാണ്. ഒരു കാരണവശാലും സാധാരണ പാവപ്പെട്ട കുട്ടികൾക്ക് അക്ഷരം കൊടുക്കാൻ പാടില്ല എന്ന് നിർബന്ധ ബുദ്ധിയും വെച്ച് നിൽക്കുന്ന ജന്മിമാർ അങ്ങനെ കടുംപിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ ജീവിച്ചിരുന്ന എല്ലാ ആൾക്കാരും ജന്മിമാരുടെ അടിയാളന്മാർ മാത്രമായിരുന്നു. അങ്ങനെയുള്ള ആ സാമൂഹ്യ അന്തരീക്ഷത്തിലാണ് കുടിപ്പള്ളിക്കൂടങ്ങൾ ഉണ്ടാകുന്നത്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, കുടിപ്പള്ളിക്കൂടങ്ങൾ എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തില്, അതിൻ്റെ വിദ്യാഭ്യാസ മണ്ഡലത്തിലെ ഏറ്റവും പ്രാധാന്യം ഉൾക്കൊള്ളുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഈ സംഭവത്തെ എന്താ പറയേണ്ടത്, ഇത്ര ഡെപ്തുള്ള, ഇത്ര ആഴമേറിയ ഈ സംഭവത്തെ നമ്മുടെ ചരിത്രകാരന്മാർക്ക് വേണ്ടതുപോലെ ഒന്നും പരാമർശിക്കുവാൻ താല്പര്യമുണ്ടായി കാണുന്നില്ല. എന്തുകൊണ്ട് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഞാൻ ഒരിക്കൽ സംസാരിക്കുകയുണ്ടായിട്ടുണ്ട്. വീണ്ടും അതേ ചോദ്യം
പുതിയ തലമുറയോട് തന്നെ ചോദിക്കുകയാണ്. പുതിയ വിദ്യാർത്ഥികൾ അതേക്കുറിച്ച് നല്ലതുപോലെ ഗവേഷണം നടത്തട്ടെ എന്ന് മാത്രമേ ഞാൻ അതേക്കുറിച്ച് പറയുന്നുള്ളൂ. ഒരു സൂചകം എന്നുള്ള നിലയ്ക്ക് പറയാതിരിക്കുവാൻ പറ്റുകയില്ല. ഈ കുടിപ്പള്ളിക്കൂട എഴുത്താശാന്മാരായിട്ടുള്ളവർ 100% ജാതിയിൽ ഏറ്റവും താഴെക്കടയിൽ ജീവിച്ചു പോയവരാണ്. ജാതിയിൽ ഏറ്റവും താഴെക്കടയിൽ ജീവിച്ചു പോയവരാണ്. അവരിൽ തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവരും ആയിരുന്നു മുഴുവനും. കുറച്ചു പേരല്ല, ആയിരുന്നു മുഴുവനും. ഏതെങ്കിലും തരത്തിലുള്ള ഈ ദോഷം നമ്മുടെ ചരിത്രകാരന്മാരെയും ബാധിച്ചുവോ എന്ന് സംശയിക്കാതിരിക്കുവാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ആകട്ടെ, നമ്മുടെ ചരിത്രം ഈ കുടിപ്പള്ളിക്കൂടത്തെ അതിനെ ഒരു മൂവ്മെൻ്റായിട്ട് കാണുക പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം പിന്നെ എങ്ങനെയാണ് നമുക്ക് ഈ കുടിപ്പള്ളിക്കൂട എഴുത്താശാന്മാർ ആരൊക്കെയായിരുന്നു, അവരിൽ ആരുടെയൊക്കെ പ്രവർത്തനം കൊണ്ടാണ് ഈ ഇങ്ങനെയുള്ള ഒരു സംഭവം കേരളത്തിൽ ആകമാനം വലിയ സംഭവമായി പ്രചരിച്ചത്? ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം സാമൂഹികമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ കുടിപ്പള്ളിക്കൂടങ്ങൾ ആദ്യകാലങ്ങളിൽ തട്ടിത്തെറിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഉന്നതന്മാരുടെ ഭാഗത്തു നിന്ന്, പ്രഭുക്കന്മാരുടെ ഭാഗത്തു നിന്ന്, അവരുടെ കയ്യാളന്മാരായിട്ടുള്ള കുറേ ആൾക്കാരുണ്ടാവുമല്ലോ എവിടെയും, കയ്യാളന്മാരായിട്ട് തല്ലട അടിയട എന്നൊക്കെ പറയുമ്പോൾ അത് ചെയ്യുന്ന ചില പൊക്കറുകൾ, ചില മണ്ടന്മാർ, അവരെ നമുക്ക് മണ്ടന്മാരെന്നേ പറയാൻ പറ്റുള്ളൂ. ആ ബുദ്ധിഹീനന്മാരായിട്ടുള്ള ഒരുപാട് പോക്കരികളുടെ പ്രവർത്തനം കൊണ്ട് ഒരുപാട് കുടിപ്പള്ളിക്കൂടങ്ങൾ തച്ച് തരിപ്പണമാക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് അധ്യാപകന്മാരും അതേപോലെ തന്നെ കൈയൊടിഞ്ഞ് കാലൊടിഞ്ഞ് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും അവർ പ്രശ്നമാക്കിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അവർ ഒരുമ്പിട്ടവരായിരുന്നു. അവരൊരുമ്പിട്ടിട്ടാണ് ഈ പ്രവൃത്തിക്ക് വന്നിട്ടുള്ളത്. അവരുടെ മനസ്സിനകത്തുണ്ടായിരുന്നത് താഴെക്കടയിൽ ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യർ അവരുടെ പൂർവികന്മാരായിട്ടുള്ളവരെ പോലെ തന്നെ ആടുമാടുകളെ പോലെ കഴിഞ്ഞു കൂടുവാൻ ഇനി പാടില്ല. അതാ ആ മനുഷ്യബോധമാണ്, ആ സാർവത്രികമായ സാഹോദര്യമാണ് ഇവിടെ പ്രവർത്തിച്ച എഴുത്താശന്മാരെ കുടിപ്പള്ളിക്കൂടങ്ങൾ നിർമ്മിക്കുവാനും സാധാരണക്കാർക്ക് വിദ്യ അഭ്യസിപ്പിക്കുവാൻ പ്രേരിപ്പിച്ചത്. അതിന് സംശയമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കുറേ നാള് ആണല്ലോ ഏതൊരു കാര്യവും അടിയും തടയുമായി ഒക്കെ നിൽക്കേണ്ടി വരുള്ളൂ. എഴുത്താശന്മാരായിട്ടുള്ളവർ വീണ്ടും വീണ്ടും അത് തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ, പാവപ്പെട്ട കുട്ടികൾക്ക് ധാരാളം വിദ്യാഭ്യാസം നൽകുവാൻ തുടങ്ങിയപ്പോൾ, പാവപ്പെട്ടവരും കണ്ടമാനം പഠിക്കാനും വരുവാൻ തുടങ്ങിയപ്പോൾ അതൊരു സാധാരണ മനുഷ്യരുടെ ഒരു മൂവ്മെൻ്റായി മാറുകയാണ്. സാധാരണ മനുഷ്യർ ധാരാളമായിട്ട് ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്ന യാഥാർത്ഥ്യം സംഭവ്യമായപ്പോൾ പിന്നെ ഉണ്ടാകുന്നത് എന്താ വെച്ചാൽ കുടിപ്പള്ളിക്കൂടങ്ങൾ പോരാതെ വരികയാണ്. കുടിപ്പള്ളിക്കൂടങ്ങൾ പോരാതെ വരികയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ കുടിപ്പള്ളിക്കൂടങ്ങളെ തച്ച് തകർത്ത് കത്തിച്ച് കളഞ്ഞ് അടിച്ചോ ഉടച്ച് അതിന് വിധ്വംസകമായ സകല പ്രവൃത്തികളും ഈ കയ്യാളന്മാരെ കൊണ്ട് ചെയ്യിപ്പിച്ച അവർക്ക് തന്നെ കുടിപ്പള്ളിക്കൂടങ്ങളുടെ ആവശ്യമാണ് എന്ന് ബോധ്യം വരികയാണ്. കുടിപ്പള്ളിക്കൂടങ്ങൾ ആവശ്യമാണ് എന്ന് ബോധ്യം വരികയാണ്. എങ്ങനെയാണ് ഈ ബോധ്യം വരുന്നത്? പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ബോധ്യം വന്നു എന്നല്ല പറയുന്നത്. 1421 പരദേശികളായിട്ടുള്ള അധ്യാപകന്മാർ, എഴുത്താശാന്മാർ എന്ന രീതിയിൽ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത്. 1421 ശേഷം അനേകം ദുരിതങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും വിധ്വംസക പ്രവർത്തനങ്ങളും നേരിട്ട് അതിനെയൊക്കെ സഹിഷ്ണുതയോടെ സ്വീകരിച്ചുകൊണ്ട്, അതിനെയൊക്കെ കണ്ടില്ല എന്ന് തന്നെ നടിച്ചുകൊണ്ട് തങ്ങളുടെ പ്രവൃത്തികളിൽ നല്ലതുപോലെ അങ്ങ് വ്യാപരിക്കാൻ തുടങ്ങി അവർ. അപ്പോൾ 1428 മറ്റൊരു സംഭവം ഉണ്ടാവുകയാണ്.
അത് എന്ത് എന്നുള്ളതും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. 1428 ഈ കുടിപ്പള്ളിക്കൂടങ്ങളെ തച്ചു തകർക്കാനും തരിപ്പണമാക്കുവാനും കത്തിച്ചു കളയുവാനും ഒക്കെ വല്ലാതെ പാടുപെട്ട ഉയർന്നവർ എന്ന് പറയുന്ന പല ആൾക്കാരും സമൂഹത്തിലെ അത്തരത്തിലുള്ള കുറെ ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ മേൽത്തട്ടിലുള്ള ജാതിക്കാർ, അവർക്ക് ഈ കുടിപ്പള്ളിക്കൂടങ്ങളും കുടിപ്പള്ളിക്കൂട എഴുത്തും ആ കുടിപ്പള്ളിക്കൂട അറിവും സമൂഹത്തിന് ആവശ്യമാണ് എന്ന് വരികയാണ്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രഭുക്കന്മാരുടെയും ജന്മിമാരുടെയും വാഴുന്നവരുടെയും ഒക്കെ കോവിലകങ്ങളിലും ബംഗ്ലാവുകളിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലുമൊക്കെ തേങ്ങയുടെയും മാങ്ങയുടെയും അല്ലെങ്കിൽ വരുമാനത്തിൻ്റെയും ഒക്കെ കണക്കെടുക്കുവാൻ പറ്റിയ ആൾക്കാരില്ലാതെ വരുന്നു. അക്ഷരാഭ്യാസം അത്യാവശ്യമാണല്ലോ, അറിവുണ്ടാവണമല്ലോ, ഗണിതം അറിയണമല്ലോ. മേൽത്തട്ടിലുള്ള പ്രഭുക്കന്മാർക്ക് നല്ലതുപോലെയുള്ള കറക്റ്റ് കണക്ക് താഴെക്കടയിലുള്ള ജന്മിമാർ പ്രഭുക്കന്മാർ കൊടുത്തിരിക്കണം. അത് കൊടുത്തിരിക്കണം, ക്ലിയർ ആവണം കണക്ക്. അങ്ങനെ കണക്ക് ക്ലിയറാക്കി കൊടുക്കുവാൻ പറ്റിയ അറിവുള്ള കുട്ടികൾ, അതാണ് കുട്ടികൾ എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികൾ എന്നുള്ള അർത്ഥത്തിലല്ല, ആൾക്കാർ ഗുമസ്തന്മാരുണ്ടാവണം. കുടിപ്പള്ളിക്കൂടങ്ങളിൽ നിന്നും ഓരോ വർഷവും പഠിച്ച് ഇറങ്ങുന്ന കുട്ടികൾ ഈ തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുവാനുള്ള വിജ്ഞാനമുണ്ടായവരാണ്. ക്വാളിഫൈഡ് ആവുകയാണ് കുട്ടികൾ. അപ്പോൾ നമ്മളൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിഫൈഡ് ആവണമല്ലോ. ഒരു ക്ലാർക്കിൻ്റെ പോസ്റ്റ് ആണെങ്കിൽ പോലും അതിന് ക്വാളിഫിക്കേഷൻ വേണ്ടേ? ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആൾക്കാർ പിന്നെ എന്ത് ക്ലാർക്കിൻ്റെ പണിയാൻ പിന്നെ അപ്ലൈ ചെയ്യാം? ഒരു ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിൽ ഡോക്ടറിൻ്റെ MBBS പാസ്സാവണ്ടേ? അല്ലെങ്കിൽ അതേപോലെയുള്ള ക്വാളിഫിക്കേഷൻ വേണ്ടേ? അങ്ങനെ ഒരു അവസ്ഥ വന്നു സമൂഹത്തിൽ. കുടിപ്പള്ളിക്കൂടങ്ങളിൽ നിന്നും പൊടിച്ചിറങ്ങിയ കുട്ടികൾക്ക് ജന്മി വീടുകളിലും പ്രഭുക്കന്മാരുടെ മന്ദിരങ്ങളിലും വാഴുന്നവരുടെ ബംഗ്ലാവുകളിലും പിന്നെ കൂടാതെ സാമൂതിരി കോവിലകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധിയായിട്ടുള്ള ഓഫീസുകളിലും ജോലി കിട്ടുകയാണ്. തങ്ങളുടെ മുമ്പിൽ വെറുതെ ആടുമാടുകളെ മേച്ചു നടന്നിരുന്ന, തെങ്ങും കവുങ്ങും കയറി നടന്നിരുന്ന, പാടത്ത് പിന്നെ കലപ്പയുമേന്തി നടന്നിരുന്ന, പിന്നെ കാളകളെയും കൂട്ടി നടന്നിരുന്ന, പോത്തുകളെ പോലെ പോത്തുകളെ തന്നെ നിയന്ത്രിച്ച് നടന്നിരുന്ന താഴെക്കടയിലുള്ള പിള്ളേരുണ്ടല്ലോ, കന്നാലി പിള്ളേർ എന്ന് പറയുമെന്ന്. ആ കന്നാലി പിള്ളേർക്കൊക്കെ വാഴുന്നവരുടെ കോവിലകത്ത് പണി കിട്ടുകയാണ്. ആ കന്നാലി പിള്ളേർക്ക് പ്രഭുക്കന്മാരുടെ വീടുകളിൽ പണി കിട്ടുകയാണ്. എന്താണ് പണി? ഗുമസ്ത പണിയാണ്. മാസാമാസം ശമ്പളമാണ്. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൻ ഉണ്ടാക്കുന്ന കണക്ക് കൃത്യമാണ്. എത്ര തേങ്ങ വീണു എന്നുള്ളത് അവന്റെ പുസ്തകത്തിൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പുസ്തകത്തിൻ്റെ ഒരു പേജിൽ എന്തെങ്കിലും എഴുതി വയ്ക്കുവാൻ ഈ പ്രമുഖന്മാർക്കോ അല്ലെങ്കിൽ ജന്മിമാർക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന മേൽ നിന്ന് എന്താ പറയുന്നത് ആജ്ഞകൾ നൽകുന്ന പാമരന്മാരായിട്ടുള്ള അക്ഷരാഭ്യാസമില്ലാത്ത അറിവില്ലാത്തവർക്ക് സാധിക്കുമോ? അപ്പോൾ അവർക്ക് കാര്യം വ്യക്തമായി. ഇനിയുള്ള കാലം കുറച്ച് വിവരമില്ലാതെ ബോധമില്ലാതെ ഒരു പണിയും കിട്ടില്ല. ഇപ്പം ഏത് പ്രവർത്തിക്കാണോ ആൾക്കാർ ആവശ്യമുള്ളത് ആ പ്രവൃത്തി പഠിക്കുക എന്നുള്ളതാണല്ലോ ഇപ്പോൾ മനുഷ്യ സഹജമായിട്ടുള്ള ഒരു പിന്നെ പ്രവർത്തനം തന്നെ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണല്ലോ പുതിയ കോഴ്സുകൾക്ക് ആൾക്കാരുണ്ടാകുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കുടിപ്പള്ളിക്കൂടങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്ന കുടിപ്പള്ളിക്കൂടങ്ങൾ ഇൻസഫിഷ്യൻ്റ് ആണ്, പോരാ. അവിടെ ചെല്ലുമ്പോൾ കുടിപ്പള്ളിക്കൂടം എഴുത്താശാൻ പറയണം, അയ്യോ ചേർത്ത് കഴിഞ്ഞു കുട്ടികളെ, ഇവിടെ ഇരുത്താൻ സ്ഥലം ഉണ്ടാവില്ല. അങ്ങനെയാണല്ലോ കുടിപ്പള്ളിക്കൂടങ്ങളുടെ അവസ്ഥ. അവിടെ അത്ര വലിയ വികാസമുള്ള അത്ര വലിയ വിശാലമായ അതൊന്നല്ലല്ലോ, പറ്റാവുന്ന രീതിയിൽ ചെറിയ രീതിയിൽ നടത്തുകയല്ലേ. അങ്ങനെ അത് സ്വാഭാവികമായപ്പോൾ ദേശം മുഴുവനും
ഇതേപോലെയുള്ളൊരവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ദേശത്തെ പ്രമാണികളുടെ ആവശ്യക്കാരെന്ന് പറയുന്നവർ സാമൂതിരിയെ ചെന്ന് കാണണം. വിധിയുടെ വിരോധാഭാസം എന്നൊക്കെ പറയുന്നത് ഇതാണ്. ഇതൊരു വിരോധാഭാസമാണ്. ആരാണോ കുടിപ്പള്ളിക്കൂടങ്ങളെ ചവിട്ടി മെതിച്ച്, ആരാണോ കുടിപ്പള്ളിക്കൂടങ്ങളെ കത്തിച്ച് ചാമ്പലാക്കി തരിപ്പണമാക്കുവാൻ ആഗ്രഹിച്ച് നടന്നിരുന്നവര്, അവർ സാമൂതിരിയെ ചെന്ന് കാണുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞങ്ങൾക്കും വേണം ഞങ്ങളുടെ നാട്ടിൽ ഒരു കുടിപ്പള്ളിക്കൂടം. അപ്പൊ സാമൂതിരിക്ക് ഉള്ളാൽ നല്ല ചിരിയാണ് വരുന്നത്. അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ട് ഒരു ആജ്ഞ പുറപ്പെടുവിക്കുകയാണ്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശത്തൊരാശാൻ എന്നാണ് ആ ആജ്ഞയുടെ പേര്. ഒരു ദേശമാണോ, ഒരു എഴുത്താശാൻ വേണം. അപ്പൊ ഒരു എഴുത്താശാൻ വേണോ, ഒരു പള്ളിക്കൂടം വേണം. അതെൻ്റെ അണ്ടർസ്റ്റുഡ് ആണല്ലോ. അങ്ങനെ ദേശത്തൊക്കെയും ഓരോ പള്ളിക്കൂടങ്ങൾ ഉണ്ടാവുകയാണ്. അതിന് നമുക്ക് കുടിപ്പള്ളിക്കൂടം എന്ന് പറയാൻ പറ്റില്ല. കാരണം അത് നാട്ടുകാരുടെ, ആവശ്യക്കാരുടെ, ആ പ്രധാനികളായിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ഇനീഷ്യേറ്റീവില് ഉണ്ടാവുന്ന സ്ഥാപനമാണ്. എന്നാൽ ആ സ്ഥാപനത്തിൽ വിദ്യ അഭ്യസിപ്പിക്കുവാൻ, കുട്ടികളെ പഠിപ്പിക്കുവാൻ ഒരെഴുത്താശാൻ ആവശ്യമാണല്ലോ. അത് ഈ കുടിപ്പള്ളിക്കൂടങ്ങളിൽ നിന്ന് പഠിച്ചവർ തന്നെ പറ്റുള്ളൂ. ആ ആദ്യകാലങ്ങളിൽ അവർക്കല്ലേ അക്ഷരനിഷ്ഠ ഉണ്ടായിരുന്നുള്ളൂ, അവർക്കല്ലേ അറിവുണ്ടായിരുന്നുള്ളൂ, അവർക്കല്ലേ ഗണിത നിഷ്ഠയുള്ളൂ, അവർക്കല്ലേ നൗകാശാസ്ത്രം ഒക്കെ മനസ്സിലായിട്ടുള്ളൂ, അവർക്കല്ലേ പാമ്പു വിഷം എങ്ങനെ ഇറക്കാം, ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളം ഈ കുടിപ്പള്ളിക്കൂട എഴുത്താശാന്മാർ പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അപ്പോ ഓരോ ദേശത്തും ഓരോ കുടിപ്പള്ളിക്കൂടം ഉണ്ടാവുകയാണ്. അവിടെയൊക്കെ ഒരു എഴുത്താശാൻ മിനിമം ഉണ്ടാവുകയാണ്. ചുരുക്കി പറയട്ടെ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിൻ്റെ ഈ ചെറിയ ഗ്രാമങ്ങളിൽ ഒരു ദേശത്തൊരു ആശാൻ എന്നുള്ള നിലയ്ക്കാണെങ്കിൽ എത്രമാത്രം എഴുത്താശാന്മാർ, എത്രമാത്രം കുടിപ്പള്ളിക്കൂട എഴുത്താശാന്മാർ നമ്മുടെ പൂർവികന്മാരിലുണ്ടായിരുന്നു എന്നുള്ളത്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം പ്രധാനമായും ഇതാണ്. ചോദിക്കട്ടെ, അത്രയും എഴുത്താശാന്മാരുണ്ടായിട്ടും, അത്രയും അധ്യാപകന്മാരായിട്ടുള്ളവരുണ്ടായിരുന്നിട്ടും എന്തേ നമുക്ക് ഒരു എഴുത്താശാന്റെ പേര് പോലും നിശ്ചയമില്ലാത്തത്? എന്തേ നമുക്ക് ഒരു എഴുത്താശാന്റെ കുടുംബകാര്യങ്ങളെ പോലും നിശ്ചയമില്ലാത്തത്? എന്തേ നമുക്ക് നൂറുകണക്കിന്, ഞാൻ ആയിരക്കണക്കിന് എന്ന് പറയുന്നില്ല, ആയിരക്കണക്കിനൊക്കെ തന്നെ ഉണ്ട്. ഇപ്പോ നമ്മുടെ നാട്ടിലൊക്കെ പ്രൈമറി വിദ്യാലയങ്ങൾ ഉള്ളതുപോലെ ഓരോ ദേശത്തും ഒരു കുടിപ്പള്ളിക്കൂടം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു പള്ളിക്കൂടം ഉണ്ടാകുമ്പോൾ തീർച്ചയായും നിരവധിയായ എഴുത്താശാന്മാർ അക്കാലത്തുണ്ടായിരുന്നു അക്ഷരം പഠിക്കുക. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദേശങ്ങളിലൊക്കെയും അക്ഷരം വിളങ്ങി എന്നാണ്, അക്ഷരാറിവ് വിളങ്ങി. നമ്മുടെ ദേശങ്ങൾ മുഴുവനും അറിവിൻ്റെ വെളിച്ചം കൊണ്ട് നല്ല പ്രഭാപൂരിതമാവാൻ തുടങ്ങി എന്നുള്ളതാണ്. എന്നിട്ടും നമ്മുടെ കുഗ്രാമങ്ങളെ, ഇരുട്ട് നിറഞ്ഞു കിടന്നിരുന്ന ഈ കുഗ്രാമങ്ങളെ വെളിച്ചത്തിൻ്റെ പ്രഭാപൂരത്തിലേക്ക് കൊണ്ടുവന്ന ആ എഴുത്താശാന്മാരെ, അവരൊരാളുടെ പേര് പോലും നമുക്കറിയുന്നില്ല, നമ്മുടെ ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എത്രമാത്രം തീക്ഷ്ണമായ ഒരു പോരായികയാണ് ചരിത്രം നിർവഹിച്ചു പോയിട്ടുള്ളത് എന്നിനി ഞാൻ കൂടുതൽ പറയാതെ തന്നെ എൻ്റെ കേൾവിക്കാർക്ക് ബോധ്യമാവും ആയിട്ടുണ്ടാവും. അതാ ചുരുക്കത്തിൽ പറയട്ടെ, അനവധിയായിട്ടുള്ള കുടിപ്പള്ളിക്കൂട എഴുത്താശാന്മാരും അധ്യാപകന്മാരും നമ്മുടെ നവോത്ഥാനത്തിന് മുൻപേ പോലും ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിലും അവരൊക്കെ
അവരുടെയൊക്കെ പേരുകളിൽ കുറച്ചെങ്കിലും ആൾക്കാരുടെ പേരുകൾ പോലും ഇന്ന് നമ്മുടെ കൈവശമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരെക്കുറിച്ച് നമുക്കൊന്ന് അറിയണ്ടേ? അതിന് ഞാൻ ഏത് ഗ്രന്ഥം വായിക്കണം, ഏത് ചരിത്ര പുസ്തകം വായിക്കണം എന്ന ഒരു പ്രശ്നം എന്നെ സംബന്ധിച്ചിടത്തോളം സംജാതമാവുകയാണ്. ഞാൻ കേരള ചരിത്രത്തിൽ കിട്ടാവുന്ന പുസ്തകങ്ങളൊക്കെ പരിശോധിച്ചുവെങ്കിലും ഈ കുടിപ്പള്ളിക്കൂടം മൂവ്മെന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന, എനിക്ക് നല്ലതുപോലെയുള്ള ഒരു ആത്മസംതൃപ്തി തരുന്ന, എൻ്റെ ദാഹം തീർക്കാവുന്ന രീതിയിലുള്ള ഒരു കുടിപ്പള്ളിക്കൂടം ഗ്രന്ഥവും എനിക്ക് കിട്ടാത്തത് കൊണ്ടാണ്, എത്ര അന്വേഷിച്ചിട്ടും കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഈ കുടിപ്പള്ളിക്കൂടം മൂവ്മെന്റിനെ കുറിച്ച് ഒന്ന് അന്വേഷിക്കാൻ തന്നെ തീരുമാനിക്കുന്നത്. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കുടിപ്പള്ളിക്കൂടങ്ങൾ നിലനിന്നിരുന്ന പ്രദേശങ്ങളെ നേരിൽ ചെന്ന് കണ്ട് അവിടെ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പഴയ തലമുറയുടെ അവശേഷിപ്പുകളുമായി സംസാരിച്ച് അവരുടെയൊക്കെ പൂർവികന്മാർ എങ്ങനെയാണ് കുടിപ്പള്ളിക്കൂട എഴുത്താശാന്മാരായും അവരുടെ തന്നെ വീടുകളിൽ കുടിപ്പള്ളിക്കൂടങ്ങൾ നടത്തിയും ജീവിച്ചു പോയത് എന്ന കാര്യം ബോധ്യപ്പെടുക ആദ്യം സ്വയം ബോധ്യപ്പെടേണ്ടതുണ്ടല്ലോ എന്ന ഒരു ധാരണയിൽ എത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നടത്തിയിട്ടുള്ള അന്വേഷണങ്ങളിൽ നിന്ന് എനിക്ക് ധാരാളം കാര്യങ്ങൾ മനസ്സിലാവുകയാണ്. അതുകൊണ്ട് ഇനി നമ്മൾ സംസാരിക്കുന്നത് എനിക്ക് കിട്ടിയ ഈ അന്വേഷണ അറിവിൽ നിന്ന്, സ്പോട്ട് എൻക്വയറി എന്ന് പറയാവുന്ന രീതിയിലുള്ള സ്ഥല സന്ദർശനം വഴി ലഭിച്ചിട്ടുള്ള അറിവുകളാണ്. എങ്ങനെയാണ് കുടിപ്പള്ളിക്കൂടം നിർമ്മാണം പോലും നടത്തിയിരുന്നത്, എങ്ങനെയാണ് പള്ളിക്കൂടങ്ങളിൽ അധ്യാപകന്മാർ വിദ്യ അഭ്യസിപ്പിക്കുവാനുള്ള പരിശ്രമങ്ങൾ നടത്തിയത്, ഏതൊക്കെ രീതിയിലുള്ള അധ്യാപനമാണ് അവർ സ്വീകരിച്ചത്, ഇമാതിരി കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള അന്വേഷണ അറിവാണ് ഇനി മുതലുള്ള പ്രഭാഷണങ്ങളിൽ ഉൾക്കൊള്ളിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നത്. അത് നമുക്ക് അടുത്ത പ്രഭാഷണം മുതലാവാം. തൽക്കാലം നിർത്തുന്നു. നമസ്കാരം.